കേരളത്തിൽ ആനകളെ ഒരു ദൈവിക സങ്കല്പമായാണ് കണക്കാക്കുന്നത്. മൃഗങ്ങളെ കാണുന്നതിന് പുറമെ വനത്തിനുള്ളിലെ പാതകളിലൂടെയുള്ള കാൽനടയാത്രയും അഭയാരണ്യത്തിൽ സാധ്യമാണ്. രാജ്യത്തെ മറ്റ് ദേശീയ പാർക്കുകളുടെ മാതൃകയിൽ വന്യജീവി സഫാരി സ്ഥലമായി സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട അഭയാരണ്യം മിനി മൃഗശാലയും ഇപ്പോഴും വികസനത്തിലാണ്. അതിമനോഹരമായ കാഴ്ചകൾക്കും ആവേശകരമായ ട്രക്കിംഗ് പാതകൾക്കായി എല്ലാ വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്നു. വന്യസുന്ദരികൾ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ ആസ്വദിക്കുന്ന കാഴ്ചകൾ നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കും. അഭയാരണ്യത്തിലെ ഏതാനും ആനകളെ നമുക്ക് പരിചയപ്പെട്ടാലോ? സുനിത, 52 വയസ്സ്. ഇന്ത്യയിലെ കേരളത്തിലെ കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലെ പ്രശസ്തി നേടിയ പിടിയാനയായിരുന്നു സുനിത. 19-ാം വയസ്സിൽ ഗർഭിണിയായിരുന്ന സമയത്ത് മുത്തങ്ങ ആനക്യാമ്പിൽ നിന്നും കോടനാട് എത്തുകയും ചെയ്തു. 1991 സണ്ണി എന്ന കൊമ്പനാനയ്ക്ക് സുനിത ജന്മം നൽകി. സൗമ്യമായ പെരുമാറ്റത്തിന് പേരുകേട്ട അവൾ കേന്ദ്രത്തിലെ സന്ദർശകർക്കിടയിൽ ഒരു ജനപ്രിയ ആകർഷണമായി മാറി. കേന്ദ്രത്തിലെ സാംസ്കാരിക പരിപാടികളിലും വിനോദസഞ്ചാരികൾക്കുള്ള ആന സഫാരിയിലും സുനിത സ്ഥിരമുണ്ടാകും. ആന പരിശീലന കേന്ദ്രത്തിലെ മറ്റൊരു അറിയപ്പെടുന്ന ആനയാണ് ആശ. 2005 ആശയ്ക്ക് 2 വയസ്സുള്ളപ്പോൾ കാലടി റേഞ്ചിലെ എവർഗ്രീൻ സ്റ്റേഷൻ പരിധിയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണുകിടന്ന് ആശയെ രക്ഷിച്ച് കോടനാട് ആനക്യാമ്പിൽ എത്തിക്കുകയും ചെയ്തു. പൊതുവെ ശാന്ത സ്വഭാവക്കാരിയാണ് ആശ. ആനകളെ പരിപാലിക്കുന്നതിന് സംരക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ആശ. മണ്ണാർക്കാട് ഡിവിഷനിലെ വനപ്രദേശങ്ങളിൽ സ്വൈരവിഹാരം നടത്തി വന്നിരുന്ന ചന്ദ്രുവിനെ 2017 വനവകുപ്പ് പിടികൂടി കൂട്ടിലടക്കുകയുണ്ടായി. കരിമ്പും പുല്ലും പ്ലാവിലയും അവലും ഈന്തപ്പഴവും തണ്ണിമത്തനുമാണ് ചന്ദ്രുവിന്റെ ഇഷ്ടവിഭവങ്ങൾ. 9 പേരെ കൊലപ്പെടുത്തി പാലക്കാട് അട്ടപ്പാടിയെ വിറപ്പിച്ച പീലാണ്ടി ചന്ദ്രു കോടനാട് ആനക്കളരിയിലെത്തി സൗമ്യനായി മാറി. 3 വർഷം മുമ്പായിരുന്നു ചന്ദ്രു കോടനാട് ആനക്കളരിയിലെത്തിയത്. പതിറ്റാണ്ടുകളോളം കാടും നാടും വിറപ്പിച്ചവനെ നാട്ടുകാർ വിളിച്ചിരുന്ന പേരായിരുന്നു പീലാണ്ടി. 2017 ജൂൺ 1 കോടനാട് എത്തിച്ചപ്പോൾ ചന്ദ്രശേഖരൻ എന്ന പേര് നൽകി. 3.5 വർഷത്തെ പഠനം ചന്ദ്രുവിനെ പുതിയൊരു ആനയാക്കി മാറ്റിയെടുത്തു. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇവിടെ സന്ദർശിക്കാം. ആദ്യമായി പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ വർണ്ണാഭമായ ചിത്രശലഭങ്ങളുടെയും പൂവുകളുടെയും പൂന്തോട്ടങ്ങൾ കാണാനായി സാധിക്കും. ഇതൊരു എക്കോ ടൂറിസം മേഖലയാണ്. ഈറ്റുകൊണ്ട് ചുറ്റപ്പെട്ട കാടും ഇടയ്ക്കിടെ വിശ്രമിക്കാനായി ഈറ്റുകൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടങ്ങളും ഊഞ്ഞാലുകളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. സന്ദർശകർക്ക് നിരവധി മനോഹരമായ അനുഭവം നൽകുന്ന നിരവധി നടപ്പാതകൾ നദിക്കരയിലുണ്ട്. മാനുകളുടെയും മറ്റു വന്യജീവി പാർക്കും കേന്ദ്രത്തിലുണ്ട്. പെരിയാർ നദിയുടെ തീരത്തായി ആസ്വദിക്കാനും വിശ്രമിക്കാനുമായി മിനി ഇക്കോ പാർക്കുണ്ട്. നദീതീരത്ത് നടപ്പാതകളിലൂടെ വിനോദസഞ്ചാരികൾക്ക് അതുല്യ അനുഭവം ആസ്വദിക്കാനാകും. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ പട്ടികയിലും കേരളത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിലെ പ്രധാന സ്ഥലങ്ങളിലും അഭയാരണ്യമുണ്ട്.